വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് സൺഡേ എടുത്ത ഒരു വ്ളോഗായിരുന്നു. ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. രാവിലെ തന്നെ പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും കൂടി ആക്കുന്നുണ്ട്. പിന്നെ മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു. ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ മീൻ വാങ്ങാൻ പോയപ്പോൾ ആലൂന് ഭയങ്കര പൂതി കാട എന്നാൻ. അങ്ങനെ 2 കാടയും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇതാ നമ്മുടെ ആവോലിയില്ലേ, അതുമാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത്. ആദ്യം വിചാരിച്ചു ഇത് ഒന്നാകെ തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. പിന്നെ ഫ്രൈ ചെയ്യേണ്ട ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തത്. പിന്നെ മീൻ കറി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പൊരിക്കാൻ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അവസാനം ഇത് നടുക ഇങ്ങനെ കീറിയിട്ടാണ് ഞാൻ അത് ഫ്രൈ ചെയ്തെടുത്തത്. അതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരുന്നപ്പോൾ വെറുതെ ഒരു മൈലാഞ്ചിയൊക്കെ ഇടാൻ തോന്നി. അങ്ങനെ കയ്യിൽ ചെറുതായിട്ടൊന്ന് മൈലാഞ്ചിയൊക്കെ എടുത്തു. ഇനി നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ വേഗം തന്നെ റെഡിയായി. ഒന്ന് ടൗണിലേക്ക് പോവുകയാണ്. ഇന്ന് സൺഡേ ആണ്. റെനയ്ക്ക് നെക്സ്റ്റ് വീക്ക് സ്കൂളിൽ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് മെറ്റീരിയൽസൊക്കെ നമുക്ക് എടുക്കണം. ഡ്രസ്സ്, പിന്നെ റെൻറ്റിന് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കണം. കുപ്പികളൊക്കെ വാങ്ങണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. പിന്നെ ആലൂനും അന്നൂനും ഡെയിലി വെയേഴ്സായിട്ട് നൈറ്റ് ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടൗണിലെത്തിയപ്പോൾ 2 സൈഡിലും നിറച്ചു ആളുകൾ. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ലേന്നു. പിന്നെയാണ് പറയുന്നത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണെന്ന്. ഞാൻ കലണ്ടറൊന്നും നോക്കാത്തതും പിന്നെ ഇന്ന് ഓൾറെഡി ലീവുള്ള ദിവസമല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. കറക്റ്റ് നമ്മൾ ടൗണിലെത്തുന്ന സമയത്തായിരുന്നു ആ ഘോഷയാത്രയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ടൗണിലേക്ക് പോയി. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ബ്ലോക്കാവും, വണ്ടികളൊന്നും വിടില്ല. ഇന്നാണെങ്കിൽ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും എല്ലാം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അന്നു ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. പക്ഷെ പുറത്ത് വന്നപ്പോഴും അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. ആലൂന് ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഈ ചിലങ്ക, കൊട്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു. ആദ്യം ടൗണിലുള്ള നർത്തകിയിലാണ് പോയത്. അപ്പോൾ അവിടെ എല്ലാം പോയി ചോദിച്ചു. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഡ്രസ്സ് ആവശ്യമില്ലായിരുന്നു. ഡ്രസ്സ് ഉണ്ടെങ്കിൽ അവർ ഓർണമെൻറ്റ്സും തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഡെയിലി വെയേഴ്സ് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അതുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആലൂന് ഭയങ്കര ക്ഷീണമായി, ഉറങ്ങിപ്പോയായിരുന്നു. അന്നും ഉറങ്ങി. പിന്നെ നമുക്ക് യെസ് ഭാരതിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും വാങ്ങാനല്ല, കൂടെയുള്ള ആൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഇരുന്നു. നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴത്തേക്കും ഘോഷയാത്രയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അതൊക്കെ ഒന്ന് കണ്ടു. ഇവർ 2 പേരും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ കുറേ കൃഷ്ണനും രാധയൊക്കെ ആയിട്ട് കുറേ മക്കൾ നല്ല ക്യൂട്ടായിട്ട് തന്നെ ഒരുങ്ങി പോകുന്നുണ്ടായിരുന്നു. നമ്മളത് കഴിയും വരെ അത് നോക്കി നിന്നു. ടൗണിൽ ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും പോകാൻ കഴിയില്ലായിരുന്നു. അപ്പം നമ്മൾ പോസ്റ്റായി ഇവിടെ തന്നെ നിന്നു. പിന്നെ എല്ലാ സ്ഥലത്തേക്കും നടന്നായിരുന്നു പോയത്. പിന്നെ ഇവരെ പാകത്തിനുള്ള വളകളൊക്കെ കിട്ടുക അറിയുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ തിരഞ്ഞ് നമ്മൾ എടുത്തപ്പോഴത്തേന് രാത്രിയായി. ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.